മറ്റു വാർത്ത വരുന്നത് തൃശൂർ മാളയിൽ നിന്നാണ്. തൃശൂർ മാളയിൽ കമിതാക്കളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ്. പുത്തൻചിറ സ്വദേശി മഠത്തിൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി കുന്നത്ത് പറമ്പിൽ മിൽന എന്നിവരെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലിയ പറമ്പിലുള്ള ശ്രീജിത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഈ രണ്ട് മൃതശരീരങ്ങളും കണ്ടെത്തിയത് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ, അവരുടെ ചിത്രങ്ങളൊക്കെ കാണാം. കുന്നത്തുപറമ്പ് സ്വദേശി മിൽന, ഒപ്പം വലിയ പറമ്പിലുള്ള ശ്രീജിത്ത് എന്നിവരാണ് ഇത്തരത്തിൽ ഈ കമിതാക്കളാണ് മരിച്ചത്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, മാതാപിതാക്കൾ ഈ രക്ഷകർത്താക്കളുമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പുറത്താണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇവർ രണ്ടുപേരും കമിതാക്കളായിരുന്നു. മറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്നത്, പോലീസ് പങ്കുവെക്കുന്നത് എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട്? ശ്രീജിത്ത് രണ്ടാമത് വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ്. രണ്ടാമത് വിവാഹം കഴിച്ചു. പിന്നീട് മിൽനയുമായി ഇദ്ദേഹം ഒരു സൗഹൃദത്തിലുണ്ടായിരുന്നു. അത് ഈ ശ്രീജിത്തിന്റെ രണ്ടാം ഭാര്യ അറിയുകയും ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കമായി. ഈ വാക്കുതർക്കത്തിനൊടുവിൽ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവരിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നീട് ഇവരുടെ കുടുംബത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഈ മിൽനയ്ക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. ഇതാണ് ഇവരുടെ മരണ കാരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാടക വീട്ടിലാണ് ശ്രീജിത്ത് താമസിക്കുന്നത്. ഇങ്ങനെ ഇരുവരും ചേർന്ന് ഇന്ന് രാവിലെ വാടക വീട്ടിൽ വെച്ചാണ് മിൽനയും ഈ ശ്രീജിത്തും രണ്ടുപേരും ഒരേ കയറിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ തുടർന്നുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ, അതായത് ഈ ആത്മഹത്യാ ശ്രമം നടത്തി ശ്രീജിത്തിന്റെ രണ്ടാം ഭാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സ്വാഭാവികമായും ആശുപത്രിയിൽ നിന്നും അത് പോലീസിനെ അറിയിക്കും. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്ന് മൊഴിയെടുത്തപ്പോൾ ശ്രീജിത്തിൽ നിന്നും തനിക്ക് മർദ്ദനമുണ്ടായെന്നും ശ്രീജിത്ത് മറ്റൊരു യുവതിയുമായി ബന്ധത്തിലാണെന്നുള്ള ഒരു കാര്യമൊക്കെ പോലീസിന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മിൽനയുടെ മാതാപിതാക്കൾ മിൽനയെ കാണുന്നില്ല എന്ന വിവരം പോലീസിനെ അറിയിക്കുകയും ഒരു പരാതി നൽകുകയും ചെയ്തു. അതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ശ്രീജിത്തിനെയും മിൽനയും തൂങ്ങി മരിച്ച നിലയിൽ വാടക വീട്ടിൽ കണ്ടെത്തിയത്. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് ഇങ്ങനെ ഒരു നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച രീതിയിൽ തന്നെയാണോ ഈ വാടക വീട്ടിൽ രണ്ടുപേരും എത്തിയത്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതോ മറ്റെന്തെങ്കിലും പങ്കാളിത്തം, കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്ന്? രഞ്ജിത്ത്, ഇതൊരു ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. കാരണം ശ്രീജിത്തിന്റെ ഭാര്യ പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു യുവതിയുമായിട്ടുള്ള ബന്ധം ഇത് അറിഞ്ഞതിനെ തുടർന്ന് തന്നെ മർദ്ദിച്ചു, ഇതാണ് തന്റെ ആത്മഹത്യക്ക് നയിച്ചതെന്ന് ശ്രീജിത്തിന്റെ ഭാര്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിൽനയുടെ വിവാഹം ഉറപ്പിച്ചതാണ്. പക്ഷേ ശ്രീജിത്തുമായിട്ടുള്ള ബന്ധം തുടർന്നതുകൊണ്ടാണ് പിന്നീട് ഇവർ ഒരു ആത്മഹത്യയിലേക്ക് ചെന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പോലീസ് എന്തായാലും ഇരുവരുടെയും മാതാപിതാക്കളെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അറിയാൻ സാധിക്കുമോ എന്നാണ് പോലീസ് അറിയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം രണ്ടുപേരുടെയും കുടുംബത്തിന് ഉടനെ തന്നെ വിട്ടു നൽകും. സംസ്കാരം ഇന്ന് തന്നെയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മിൽന വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു ബേക്കറിയിലാണ് ജോലി ചെയ്യുന്നത്. ശ്രീജിത്തുമായിട്ട് കുറച്ചധികം നാളുകളായി ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു, അടുത്ത ബന്ധത്തിലായിരുന്നു. ശ്രീജിത്തിന്റെ ഭാര്യ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളാകുകയും ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കമിതാക്കളെ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ തൃശൂർ മാളയിൽ ആണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ശ്രീജിത്ത് എന്ന ആളുടെ വീട്ടിലാണ് ഈ രണ്ടുപേരും തൂങ്ങി മരിച്ച, വലിയ പറമ്പ് എന്ന സ്ഥലത്തുള്ള വീട്ടിലാണ്, വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം തൃശൂർ മാളയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.